സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. മണിയൂരിൽ കുടിവെള്ളം കിട്ടാക്കനി. 21 ദിവസമായി വെള്ളം ലഭിക്കാത്തതിൽ സഹികെട്ട ഗൃഹനാഥൻ മണിയൂരിലെ ജലനിധി ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ സമരം നടത്തി. ഞായറാഴ്ച വൈകുന്നേരത്തോടെയാണ് പഞ്ചായത്തിലെ പടയൻ്റവിട VT അനിൽ ജലനിധി ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. പ്രാഥമിക ആവശ്യത്തിന് പോലും വെള്ളം ലഭിക്കാതായതോടെ അനിലിന്റെ ഭാര്യയും മക്കളും ഉൾപ്പെടെ ബന്ധുവീട്ടിലേക്ക് താമസം മാറേണ്ട സ്ഥിതിയായി. 21 ദിവസമായി മണിയൂർ പഞ്ചായത്തിൽ വെള്ളമില്ല. എൻ്റെ ഭാര്യ മകനും 7 ദിവസമായി എൻ്റെ ഭാര്യ വീട്ടിൽ പോയി വെള്ളം. ഓൻ്റെ സ്കൂള് പോലും ഇല്ലാണ്ട് നിൽക്കുന്ന അവിടെ. ഞാൻ പിന്നെ എവിടെയാ സമരം ചെയ്യേണ്ടത്? ഇവിടെ വന്നിട്ട് ഇവർ പറയുന്നത് നാളെ തരാം, മറ്റന്നാൾ തരാം. എന്ത് ഞാൻ ഇവിടുന്ന് വെള്ളം കിട്ടുക എൻ്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകില്ല. എന്ത് ആൾക്കാർ പറഞ്ഞാലും വെള്ളം കിട്ടാണ്ട് ഞാൻ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല. ഏത് പോലീസ് വന്നാലേ ഇല്ല, ആര് വന്നാലേ ഇല്ല. ഞാൻ അത് കിട്ടാണ്ട് ഞാൻ പോകുന്ന പ്രശ്നമേ ഇല്ല. മുതുവന്നയിലെ 14-ാം വാർഡിലെ എലിപ്പറമ്പത്ത് മീത്തൽ കുന്നിൽ സ്ഥാപിച്ച ജലനിധി ടാങ്കുകളിൽ വെള്ളം എത്തണമെങ്കിൽ കുറ്റ്യാടി ഇറിഗേഷൻ കനാൽ തുറക്കണം. എന്നാൽ കഴിഞ്ഞ ദിവസം കനാൽ തുറന്നിരുന്നുവെന്നും ചെമ്മരത്തൂരിൽ നിന്ന് രാത്രികാലങ്ങളിൽ പലരും കൈക്കനാലിലേക്കും മറ്റും വെള്ളം ചോർത്തുന്നതിനാലാണ് ആവശ്യമായ വെള്ളം മണിയൂർ ഭാഗത്തേക്ക് എത്താത്തതെന്നും നിരുത്തരവാദപരമായ മറുപടിയാണ് തനിക്ക് ലഭിച്ചതെന്ന് ജലനിധി സ്റ്റാഫുകൾ അറിയിച്ചതായി അനിൽ പറഞ്ഞു. സംഭവമറിഞ്ഞ് മണിയൂരിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ചാലിൽ അഷ്റഫ്, വൈസ് പ്രസിഡന്റ് ശിവാനന്ദൻ ചരണ്ടത്തൂർ, ബൂത്ത് പ്രസിഡന്റ് ബിജു TL എന്നിവർ സ്ഥലത്തെത്തി അധികൃതരുമായി ചർച്ച നടത്തുകയും ചെയ്തു. വളരെ മണിയൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായൊരു വിഷയമാണ് ജലനിധിയിൽ വെള്ളമില്ലാത്തത്. ഇന്ന് തന്നെ നമ്മുടെ അനിൽ ഇവിടെ വന്നിട്ട് കിടക്കാണ്. വെള്ളമില്ലാതെ തിരിച്ചു പോവില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വെള്ളമില്ലാത്തത് കൊണ്ട് അവൻ്റെ ഭാര്യ ഉൾപ്പെടെ പഠിക്കുന്ന കുട്ടി ഉൾപ്പെടെ ബന്ധുവീട്ടിൽ പോയി താമസിക്കുകയാണ്. ഉത്തരവാദപ്പെട്ട ഇവരോട് സംസാരിച്ചിട്ട് ഇവർ വളരെ നിരുത്തരവാദപരമായിട്ടാണ് പറയുന്നത്. ചെമ്പരത്തൂരിൽ നിന്ന് വെള്ളം കട്ടുകൊണ്ടുപോയാൽ വെള്ളം തരാൻ പറ്റില്ല, അതുപോലെ തന്നെ കറണ്ട് പോയാൽ വെള്ളം തരാൻ പറ്റില്ല. ഒരു ഗൗരവമില്ലാത്ത തരത്തിലാണ് ഈ ജലനിധിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിരുത്തരപരമായ നടപടിക്കെതിരെ അതിശക്തമായ സമരവുമായി ഈ മണിയൂരുള്ള എല്ലാ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാൻ. വാർഡ് മെമ്പർ ജിഷ കൂടത്തിലും ജലനിധി പ്രതിനിധി സ്റ്റാഫും എത്തി ബുധനാഴ്ച വെള്ളം എത്തിക്കുമെന്ന് നൽകിയ ഉറപ്പിന്മേൽ താൽക്കാലികമായി അനിൽ കുത്തിയിരിപ്പ് സമരത്തിൽ നിന്ന് പിന്മാറി. മുൻപും പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾക്ക് വേനലിൽ കുടിവെള്ളം കിട്ടാത്തതിൽ കോൺഗ്രസ് ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പലതവണ പഞ്ചായത്തിലും മറ്റ് അധികാരികളെയും അറിയിച്ചിട്ടും ആവശ്യമായ നടപടി കൈക്കൊണ്ടില്ലെന്നും അനിൽ പറഞ്ഞു. ബുധനാഴ്ചയും വെള്ളം എത്തിയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് അറിയിച്ചു.